അവിടെ ചെന്നപ്പോൾ എടുത്ത DJ എൻ്റെ പൊന്നോ, എന്നാ DJയാ, ഭയങ്കര ഇതായിരുന്നു. അവിടെ ഉള്ള ആൾക്കാരുടെ തിരക്കുണ്ടോ. അപ്പുറം കുറച്ച് പുറയിലാണെങ്കിൽ മറ്റേ VIP അല്ലാത്തവരുടെയാണ്. അവിടെ അത്രയ്ക്കും ആളില്ല, മൊത്തം VIP ആയിരുന്നു എടുത്തത്. ഗൈസ് അവിടെ ആണെങ്കിൽ ഭയങ്കര ലൈറ്റ്, വീഡിയോ എടുക്കുമ്പോൾ നേരെ നോക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണിലേക്ക് തന്നെ അടിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കണ്ണടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ ഇതായിരുന്നു ഗൈസ്, ഭയങ്കര ഇതുണ്ടോ പുകയും എല്ലാം കൂടെ. ടോട്ടൽ 4 DJ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 പേരുടെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം ദി നോയ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, അയാളിപ്പോൾ ചെയ്യുന്ന ഭയങ്കര ഭയങ്കര ലൈറ്റും എല്ലാം സാധനങ്ങളോ. ഞാൻ ഇങ്ങനെയൊന്ന് കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ DJ എന്ന് പറഞ്ഞാൽ ഭയങ്കര DJ. എല്ലാ വേർഡ് ഒച്ചയാണെങ്കിൽ എനിക്ക് തലവേദന എടുക്കുമായിരുന്നു. ഈ പരിപാടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് പോവും. മറ്റേ റീ എൻട്രി ഇല്ല. അതുപോലെ കുറേ മണിയായിരുന്നു. ലുലു മാളിൻ്റെ അല്ലേ ഇത് ആദ്യമായിട്ട് നടക്കുന്നല്ലേ, ഈ ലുലു മാളിൻ്റെ, കോട്ടയം ലുലു മാളിൻ്റെ, അതിൻ്റെ ഭയങ്കര ഗ്രാൻഡായി നടക്കുമായിരുന്നു. ഞാൻ മടുത്തു. പുറയിലായിട്ട് ഒരു മറ്റേ ഷോപ്പ് പോലെ ഇതുണ്ട്. ഇവിടുത്തെ DJയുടെ ഒച്ച ഭയങ്കര ഒച്ചയാണ്. അവിടെ പിടിച്ചുകൊണ്ട് നമ്മുടെ കൈ എല്ലാം ഭയങ്കര വിറയ്ക്കുക, ഭയങ്കര ലൈറ്റും. കാരണം അതിൻ്റെ കൂടെ ഏതോ ഒരു കംഫർട്ടി പോലെ ഒരു സാധനമുണ്ട്, അതിന് ആകാശത്ത് പൊട്ടിത്തെറിക്കും. അതാ. പിന്നെ അവസാനമായിട്ടില്ലേ ഒരാളുണ്ട്, അയാളാണെങ്കിൽ ഇല്ല അയാളുടെ ഭാഗത്ത് കുറേ ഫാൻസി ഡ്രസ് പോലെ ഇതെല്ലാം ഉണ്ട്. നല്ല രസമാണ്. കുറേ പേരുണ്ടോ അവിടെ, കുറേ എണ്ണങ്ങളാണ് ഷർട്ട് ഊരി എല്ലാം കളിക്കുന്നത്. എൻ്റെ പൊന്നോ, അതുപോലെ പരിപാടിയായിരുന്നു ലുലു മാളിൻ്റെ. ഞാൻ മടുത്തുപോയി പരിപാടിക്ക്. കുറേ നേരം ഇരുന്നു. ആദ്യത്തെ ഇതിനൊക്കെ ഞാൻ അത്രയ്ക്കൊന്നും ചെയ്തില്ല. ഇപ്പം കണ്ട അയാളുടെ കയ്യിലൊരു ഗണ്ണ് വലിയ സാധനമുണ്ട്. അതുപോലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ അയാൾ ചെയ്യുന്നുണ്ടോണ. ഇപ്പം കണ്ടോ ദേ ഭയങ്കര അതിൻ്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുമ്പോൾ എന്നാ തണുപ്പാ. അതിൻ്റെ കൂടെ എന്തോ തീ പോയ സാധനം വരുന്നുണ്ട്. അത് എനിക്കൊന്നും എന്താ ഹിറ്റാന്ന് യൂസ് ചെയ്യുന്നത്. ആ സാധനമാണെങ്കിൽ ഇങ്ങനെ ആകാശത്തേക്ക് തീ പോകുന്ന പോലെ പോകുമ്പോൾ ഇല്ല നമ്മുടെ ദേഹം മൊത്തം ഇല്ലേ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ വേർത്തും പോയി. എൻ്റെ ഫ്രണ്ടിൽ പോയി പിന്നെ വേണ്ടി വീഡിയോ എല്ലാം എടുത്തപ്പോൾ ഭയങ്കര ഇതാ എന്നാ ഗൈസ്. ഇതുപോലത്തെ പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറേ സാധനത്തിന് മേളിൽ നിന്ന്, ഞാൻ ഇപ്പോൾ കസാരയും മേളിൽ നിന്ന് എടുക്കുന്നത്. ഇത് കണ്ടോ ഗൈസ്, ഞാൻ പറഞ്ഞില്ല ആകാശത്തേക്ക് ഒരു കംഫർട്ടി അടിക്കുന്നുണ്ട്. ആ സാധനം അടിച്ച ഇത് എല്ലാവരും ഭയങ്കര ഡാൻസാണ്. ഇതുണ്ട് ഗൈസ്. ഞങ്ങൾക്കിപ്പോൾ എവിടെ വേണമെങ്കിലും പോവാം. ഞങ്ങളിപ്പോൾ ഇല്ല കുറേ ഭാഗം പോയിരിക്കും, കുറേ ഭാഗം എന്ന് കാണുക. ഇത് വേറെ ഒരു DJയാ. ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഒരു DJ ഉണ്ട്, അയാളുടെ ഇതൊന്നുണ്ട്. ഇപ്പൊ പോയില്ല തീ ഇത്. അതാണെങ്കിൽ ഇപ്പൊ കിടക്കുന്ന അത് ഭയങ്കര ചൂടായി. കുറെ എന്നിട്ട് പോലും അതുപോലെ ചൂടായിരുന്നു എനിക്കൊക്കെ. അവിടെ ഒരു ഡ്രോണൊക്കെ ഭയങ്കര സ്പൂക്ക് ആൻഡ് സ്പാർക്സ് പരിപാടി പേര്. അവിടെ ഒന്ന് സൗണ്ട് എടുക്കാൻ പറ്റാമെങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കഷ്ടപ്പെട്ട് സൗണ്ട് എടുക്കുക. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ പ്ലീസ്. കമൻറ്റ് ചെയ്യണേ. നിങ്ങളിത് കാണുമോ? ഗൈസ് അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇത് പറഞ്ഞു എൻ്റെ ജങ്കും കൂട്ടുമായിരുന്നു. അതുപോലെ ബീപ്പായിരുന്നു. ചങ്കൊക്കെ ഭയങ്കര ഹാർട്ട് ബീറ്റ് പോലെ അങ്ങനെ.
കൊച്ചും പറഞ്ഞില്ല നോയ്സ്. അയാളാണെങ്കിൽ ഭയങ്കര പ്രൊഫഷണലിനെ പോലെ ഇന്ന് ഭയങ്കര ഇതായിരുന്നു. ഉള്ള പാട്ടെല്ലാം ചില പാട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ലേ ഇത് ഏത് പാട്ടാന്ന് പോലും. അതുപോലെ ഇതായിരുന്നു. അതെ, മറ്റേ എന്താ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അതിൻ്റെ കോമ്പറ്റീഷനാ. ഞങ്ങൾ VIP ടിക്കറ്റ് എടുത്തുകൊണ്ട് എന്നാൽ ഞങ്ങൾ ഫ്രണ്ടിൽ പോയി ഇരുന്നു. ഞങ്ങൾ ടോട്ടൽ 8 പേരുണ്ടായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 8 പേരാ. അത്രയും പേർക്കാണെങ്കിൽ എത്രയായിരുന്നു, 5000 എന്തോ ആയിരുന്നു. 5000 ഒക്കെ ആയി. ഇത് കണ്ടോ, ഭയങ്കര ഇതാ പരിപാടി. അവിടെ നിന്ന് കുറെ പേര് എടുത്തു വെറുതെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭയങ്കര നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി തന്നെ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, മറക്കരുത്. എത്ര നേരം ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ കൈ പൊക്കി പിടിച്ചിരിക്കുന്നു. ഞാൻ എന്നിട്ട് എൻ്റെ ഇപ്പം എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ്. കൈയൊന്നും ഇപ്പം പൊക്കാൻ പോലും പറ്റില്ല, അതുപോലെ വേദനയാണ്. അതിനകത്ത് ഒരുത്തരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു പോയി. അതുപോലെ ഒരു ഇതായിരുന്നു. അവൻ വന്നിട്ടില്ല ഇപ്പം സ്റ്റേജിൽ. ഭയങ്കര പരിപാടിയാ ഇത്. എൻ്റെ കൂട്ടുകാരെ ആരെയും കണ്ടില്ല അവിടെ ചെന്നപ്പോൾ. ഇതാരാ? ഞാൻ പറഞ്ഞില്ല പേടിച്ചു പോയി. അതിനകത്ത് ഒരാളാ. എന്നെ ഏകദേശം ഞാൻ പറഞ്ഞില്ല എന്നെ പേടിപ്പിച്ചവൻ അവനിതാ. അവൻ എന്നെ പേടിപ്പിച്ചു തുടങ്ങി. അതുപോലെ ഇതായിരുന്നു. എനിക്കൊന്ന് ഇവിടെയുള്ള പകുതി പേരും വിഗാണോ അതോ ഒറിജിനൽ മുടിയാണോ ഇട്ടേക്കുന്നതെന്ന് അറിയില്ല. കുറെ പേരുടെ മുടിയൊക്കെ ഭയങ്കര നീളമുള്ള ഇവന്റെ പോലെ. എനിക്കിത് ഏകദേശം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ 3 പേര് വെച്ചായി. ഇനിയും തുടങ്ങുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ഗോളാണെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് 100K വ്യൂവേഴ്സും പിന്നെ 100K ലൈക്സും പിന്നെ 100 സബ്സ്ക്രൈബേഴ്സും ഉള്ളൂ ഞാൻ ചോദിക്കുന്നത്. ഗൈസ് പ്ലീസ് ഒപ്പിക്കണം. പിന്നെ പറ്റുന്നത്ര ആൾക്കാർക്ക് ഷെയർ പഠിക്കണം ഈ വീഡിയോ. ആർക്കെങ്കിലും എൻ്റെ കൂടെ വീഡിയോയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ റോബ്ലോക്സ് നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ നിങ്ങളാണെങ്കിൽ നിങ്ങൾ യൂസർ നെയിം കമൻറ്റിൽ ഇട്ടാൽ മതി. റോബ്ലോക്സ് യൂസർ നെയിം ഞാൻ അതാണെങ്കിൽ ഫ്രണ്ട് അടിയും. നിങ്ങൾ ഫ്രണ്ട്സ് ആക്കുക.
എൻ്റെ പഴയ ഗോൾഡൻ വാരിയർ ഇല്ലേ റോബക്സ് ഒക്കെ ഉള്ള ആ അക്കൗണ്ട് പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ പുതിയ അക്കൗണ്ടിലാണ് കളിക്കുന്നത് ഗൈസ്. അതിൻ്റെ പേര് റയാൻ 61777 RYAN 61777 ആണ്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ബ്രദേഴ്സും സിസ്റ്റേഴ്സിൻ്റെ അല്ല, അതാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്നും കൂടി ജഡ്ജസ് നോക്കാൻ വേണ്ടിയാ ഇതെല്ലാം ഒന്ന്. ആ ബലൂൺ എങ്ങനെ ആ സ്റ്റേജിൻ്റെ ഇടയ്ക്ക് പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഫ്ലോപ്പ് ആവുമായിരുന്നോ പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് പടക്കം പോലെ എന്തോ അത് കിണ്ണാച്ചി ചെയ്യുന്നു. ഓ ഗൈസ്, അതുപോലത്തെ കിണ്ണാച്ചി ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഒച്ച ഗൈസ്. എൻ്റെ ഡ്രോൺ എടുക്കുവാൻ നല്ല കിണ്ണാച്ചി എടുക്കാം. എൻ്റെ ഡ്രോണിൻ്റെ ബാറ്ററി അടിച്ചു പോയിരിക്കും ഗൈസ്. അതെടുക്കുവാൻ നല്ല കിണ്ണാച്ചി ഹൈറ്റിൽ നല്ല എടുത്തേനെ. ഇത് അവന്റെ കയ്യിൽ ഇരിക്കുന്ന ബോംബാന്ന് തോന്നുന്നു. എന്നാന്ന് അറിയില്ല, അത് ബോംബാന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഈ റോബ്ലോക്സ് വീഡിയോ അപ്ലോഡ് ചെയ്യണം വേണ്ട കമന്റ് സെക്ഷനിൽ പറഞ്ഞോ. ഡിജയുടെ കൂടെ ഫോട്ടോ എടുത്തു, പക്ഷെ ആണെങ്കിൽ ആ ഫോട്ടോ ആണെങ്കിൽ എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു ഈ വീഡിയോക്കകത്ത്. ഇതാണെങ്കിൽ കുറെ നേരം ഉണ്ടായിരുന്നു ഈ പരിപാടി. അവസാനം കിണ്ണാച്ച പരിപാടിയാണെന്ന് പറയാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിച്ച്, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ കിണ്ണാച്ച പരിപാടിയാണ്. പിന്നെ അപ്പുറം എന്താ വോൾച്ചറും പിന്നെ എന്താ സ്കെൽട്ടൻ എല്ലാം ഉണ്ടായിരുന്നു. അത് ഭയങ്കര എനിക്കില്ല ഇഷ്ടപ്പെട്ടു, നല്ല രസം. അങ്ങനൊന്നും മറ്റേ അവിടെ മേളിലാണെങ്കിൽ എന്താ ലുലുമാളിൻ്റെ മേളിൽ മറ്റേ ചിക്കിങ്ങിൻ്റെ അവിടെ ഒന്ന് നോക്കിയപ്പോൾ ഇല്ലേ നല്ല രസം. അത് നമ്മളെ നേരെ നോക്കുന്ന പോലെ ഉണ്ടായിരുന്നു മറ്റേ എന്താ സ്കെൽട്ടനൊക്കെ. അടിപൊളിയായിരുന്നു പരിപാടി. അവസാനം അത് വിച്ചാ ഇപ്പം കഴിഞ്ഞത്. കൈയെല്ലാം മാനേജ് ചെയ്തിട്ട് വൈബ്രേറ്റ് ആകുന്നു. ഇപ്പൊ ഞങ്ങൾ VIP സീറ്റിന്റെ അവിടെ ഞങ്ങളിപ്പോ പുറയിലേക്ക് ഒരു രസത്തിന് പോയി. അതെ സോറി, ഞാൻ ഇപ്പൊ ഞങ്ങൾ VIP ഏരിയയിലേ ഇരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നു. DJ ആണെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് DJസിനെല്ലാം കാണുന്നത്. നല്ല രസം കാണാൻ. ഇപ്പൊ എവിടെയൊന്നും എടുത്തില്ലേ, എന്നാ ചൂടറിയാവോ വണ്ടി ഓടി ചെയ്യുന്നിട്ട്. ആ റോബോട്ട് ഭയങ്കര ഡാൻസ് കളിയാണല്ലോ. റോബോട്ടിന്റെ ഡാൻസ് 10 തവണ വന്നു. ഇതുകൊണ്ട് ഗൈസ് എന്നെ കുറച്ച് പേടിപ്പിച്ച അവിടെ. ഇതുണ്ടോ അവിടെ എല്ലാവരും ഡാൻസും എല്ലാം കളിക്കുന്ന. ആരും അവിടുന്ന് ബബിളും കൂടെ വിടുന്നുണ്ട്. അതുകൊണ്ട് നല്ല രസം.
പൊളിച്ച്. ഈ പരിപാടിക്കകത്തുള്ള പകുതി പേരും കുഞ്ഞിപ്പിള്ളാരാ. രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുന്നവരാ. പരിപാടി ഭയങ്കര എക്സലന്റാ. കണ്ട സ്കെൽട്ടൺ പിന്നെ വോൾച്ചറും. ഗായ്സ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടാണ് ഇപ്പം നടക്കാൻ. ഭയങ്കര ഇഷ്ടമായി പാട്ട്. അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ തന്നെ 11 മണിയായി. ഇപ്പോഴാണ് മനസ്സിലായി മറ്റേ പുറയിലാണെങ്കിൽ എന്താ നോർമൽ ടിക്കറ്റ് എടുത്തവരെല്ലാവരും ഫ്രണ്ട് VIP സീറ്റിന് അങ്ങോട്ടേക്ക് വന്നു. അവസാനം കിണ്ണാച്ചി പരിപാടി പറയാതിരിക്കാൻ പറ്റില്ല. ഓ, ഇതുണ്ടോ മറ്റേ ഫോണിന്റെ ടോർച്ച് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കളിക്കുന്നു. വേറെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ടോർച്ച് കൊണ്ടൊക്കെ ആട്ടുന്ന ആ പരിപാടിയാ. എല്ലാവരും ആട്ടുവാ. അത്ര ആൾക്കാരില്ലാത്തോണ്ട് അത്ര എടുത്തില്ല. ഞാൻ എന്താ അവിടെയുള്ള കസാരയുടെ മേളിൽ കയറിയുന്നുണ്ട്. ഇത് കണ്ടോ പുക, ഭയങ്കര പുക. പരിപാടി എൻഡ് ചെയ്യാറാന്ന പരിപാടി എൻഡ് ചെയ്യാൻ പോവാ. ഈ പുകയെല്ലാം ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എൻഡിങ് ആകാറായി. ഗായ്സ്, എന്നാൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.